വെൽക്കം ടു സ്റ്റഡി വെൽ. ഇന്ന് നമ്മൾ ജർമ്മൻ ഡ്രമാറ്റിസ്റ്റ് ആയിട്ടുള്ള ബെർട്ട്ലോട്ട് ബ്രെച്ചിൻ്റെ ദ ഗുഡ് വുമൻ ഓഫ് ഷെസ്വാൻ എന്നുള്ള ഒരു ഡ്രാമയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് കോംപ്ലെക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ലവ്, അതായത് നല്ലൊരു മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ബൈ മെയിൻറ്റെയിനിങ് ഹ്യൂമാനിറ്റി. അതായത് നല്ലൊരു മനുഷ്യനായിട്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലേയുടെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ഷെൻ തേയാണ്. അവളൊരു നല്ല സ്ത്രീയാണ്, പക്ഷേ ഹെർ പ്രൊഫഷൻ ഈസ് പ്രോസ്റ്റിറ്റ്യൂട്ട്. അവളൊരു വേശ്യയാണ്, പക്ഷേ ആ ഒരു ഷെസ്വാൻ എന്നുള്ളൊരു നാട്ടിലെ ഒരു നല്ല സ്ത്രീ ആയിട്ടാണ് അവളെ കരുതുന്നത്. ഈ ഒരു സ്റ്റോറി ഈ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 3 ഗോഡ്സ്, 3 ദൈവങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഭൂമിയിൽ ഏതെങ്കിലും നല്ല മനുഷ്യരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് അവർ വരുന്നത്. അപ്പോൾ വാങ് എന്നൊരു വാട്ടർ സെല്ലർ ഉണ്ടായിരുന്നു ആ നാട്ടിൽ. പാവപ്പെട്ടവനാണ് അവൻ. ഇങ്ങനെ ദൈവങ്ങളെയൊക്കെ സ്വപ്നത്തിൽ കാണുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അവനക്കറിയാം ഇങ്ങനെ ഗോഡ് തൻ്റെ നാട്ടിലേക്ക് വരികയാണ് ഇൻ സെർച്ച് ഓഫ് എ ഗുഡ് പേഴ്സൺ, നല്ലൊരു മനുഷ്യനെ നോക്കിയിട്ട് വരികയാണെന്നുള്ളത് അവനക്ക് മനസ്സിലായി. ആൻഡ് ഹി വെൽക്കം ദെം. പക്ഷേ അവർക്ക് അന്ന് രാത്രി എവിടെയും തങ്ങാനുള്ളൊരു സ്ഥലം ഒരുക്കി കൊടുക്കാൻ അവനക്ക് പറ്റിയില്ല. അപ്പോൾ ഈ ഗോഡ്സ് എല്ലാ വീട്ടിലേക്കും കയറിയിട്ട് അവിടെ ഇങ്ങനെ ഷെൽട്ടർ ഉണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ദിവസം താമസിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു. പക്ഷേ നോ വൺ വാസ് ടു റെഡി ടു വെൽക്കം ദം, മെയിൻലി ബിക്കോസ് ഓഫ് ദ പോവർട്ടി, അല്ലെങ്കിൽ ഹങ്കർ, വിശപ്പും ദാരിദ്ര്യമൊക്കെ കൊണ്ടാണ് അവർക്കത് പറ്റാത്തത്. ആർക്കും അതൊന്ന് താങ്ങാനുള്ളൊരു കരുത്തോ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയോ ആർക്കും ഉണ്ടായിരുന്നില്ല. ഫൈനലി വോങ് എന്ത് ചെയ്തു, ഇവളുടെ അടുത്തേക്ക്, ഷിൻതയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഷിൻതെ വാസ് വെയിറ്റിംഗ് ഫോർ ഹെർ കസ്റ്റമർ. അന്ന് രാത്രിയിലുള്ള കസ്റ്റമറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ആ കസ്റ്റമർ വന്നാൽ മാത്രമേ അവൾക്ക് നാളെ അവളുടെ റെൻറ്റ് കൊടുക്കാൻ പറ്റൂ വീടിൻ്റെ. അപ്പോൾ അവളും അത്രയും ദാരിദ്ര്യത്തിലാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്ന സമയത്ത് അവൾ 3 ഗോഡ്സിനെയും അവൾ സ്വീകരിച്ചു. ആൻഡ് വോങ് എന്ത് ചെയ്തു, അവളുടെ ഒരു ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ അവൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ളത് ഗോഡ്സിനോട് അറിയിച്ചിരുന്നില്ല. അങ്ങനെ അവർക്ക് ഷെൽട്ടറൊക്കെ കൊടുത്തു. അവർ പല കാര്യങ്ങളും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ അവളുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ഇറങ്ങാൻ നേരം എന്ത് ചെയ്തു, അവൾക്ക് 1000 സിൽവർ ഡോളേഴ്സ് കൊടുക്കും. എന്നിട്ട് പറയും, നീ ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, ഈ ഒരു വേശ്യ ജീവിതം മാറ്റിവെച്ച് നല്ല രീതിയിൽ ജീവിക്കണം. അവളൊരു നല്ല വ്യക്തിയാണ്, എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അവൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി, അല്ലെങ്കിൽ അതിന് പണം ആവശ്യമാണ്. അപ്പോൾ പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്ര നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റൂ എന്നുള്ളൊരു കാര്യമാണ് ഗോഡ്സിനോട് പറയുന്നത്. അപ്പോൾ ഗോഡ്സ് എന്ത് ചെയ്യും, അവൾക്ക് ഈ ഒരു ക്യാഷ് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിൽ അവർ തിരിച്ചു പോകും. അപ്പോൾ ഈ ഒരു ക്യാഷിനെ കൊണ്ട് അവൾ എന്ത് ചെയ്യും, ഒരു ടൊബാക്കോ ഷോപ്പ് നടത്തും. അപ്പോൾ ആ ഷോപ്പ് നടത്തി അവൾ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഫാമിലി ഓഫ് 8 അവൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവർക്ക് ഫുഡ് കൊടുത്തിട്ടും റൈസ് കൊടുത്തിട്ടും, അതുപോലെ തന്നെ ആരെങ്കിലും ടൊബാക്കോ ഫ്രീ ആയിട്ട് ചോദിച്ചാൽ അവരെയും കൊടുക്കും. അങ്ങനെ പരമാവധി എല്ലാ രീതിയിലും അവൾ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവളെ കെയർ ചെയ്യാൻ അവൾ മറന്നുപോയി. അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ, അവളുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാതെ അവൾ മറ്റുള്ളവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഇത് അവളുടെ ഷോപ്പിനത് വലിയ പ്രശ്നം ഉണ്ടാക്കി. അതിന് റെൻറ്റ് കൊടുക്കാനുള്ള ഒരു അവസ്ഥ പോലും അവൾക്കില്ലാത്ത രീതിയിലേക്ക് വന്നു. അപ്പോൾ റെൻറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഷോപ്പ് ഓണർ വന്നിട്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ അവളുടെ ഷോപ്പിനടുത്തുള്ള ഒരു കാർപ്പൻ്റർ ഉണ്ടായിരുന്നു. കാർപ്പൻ്ററും അവരുടെ വൈഫും അവരും ഉണ്ടാക്കിയ ഒരു ഷെൽഫ് അവളുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നവും വന്നു. അതിൻ്റെ ക്യാഷ് അവൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരും പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ അവൾക്ക് ഇതൊന്നും ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം അവളൊരു നല്ല വ്യക്തിയായിരുന്നു. അവൾക്ക് ആരോടും ദേഷ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ മോശമായി സംസാരിച്ചിട്ടോ ഒരു ശീലമില്ലാത്തതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, ഒരു ഇമാജിനറി ക്യാരക്ടറിനെ അവൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അവൾ വേഷം മാറിയിട്ട് അവളുടെ കസിനാണെന്ന് പറഞ്ഞൊരു ഷുയിത എന്നൊരു ആണിനെ, ഒരു മെയിലിനെ അവൾ എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇയാളാണ് എൻ്റെ ബിസിനസ്സൊക്കെ നോക്കുക. അപ്പോൾ ഷുയിത, അതായത് ഷെൻതെ തന്നെയാണ് ഷുയിത. അപ്പോൾ ഷുയിത എന്താണ്, കുറച്ചൊരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എല്ലാം അവിടെ ഒരു മെയിലായിട്ടുള്ള ഒരാളെങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, അവർക്കുള്ള പവറാണ് ഈ ഒരു പ്ലേയിലൂടെ കാണിച്ചു തരുന്നത്. അതായത് സ്ത്രീകൾ അത്രയും ബലഹീനരാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി ആയിരുന്നപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അവൾ ഒരു മെയിലിലൂടെ, ഒരു ആണിലൂടെ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾ കുറച്ച് ഷുയിത വന്നു. ഷുയിത വാസ് വെരി സ്ട്രോങ്, റഫ് ആൻഡ് ടഫ് ആയിരുന്നു. അപ്പോൾ ബിസിനസ്സൊക്കെ ഡീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഷുയിത എന്ത് ചെയ്തു, ഈ ഫാമിലി ഓഫ് 8 കിക്ക് ഔട്ട് ചെയ്തു. എന്നെ ഇവിടുന്ന് അങ്ങനെ ഹെൽപ്പൊന്നും കിട്ടില്ല, ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഷോപ്പിൽ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരണം എന്നുള്ള രീതിയിലേക്ക് പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ കാർപ്പൻ്ററിൻ്റെ പ്രശ്നമൊക്കെ ബാർഗെയിൻ ചെയ്ത് കുറേ ക്യാഷ് കുറച്ചിട്ട് എന്ത് ചെയ്തു, അവർക്ക് ആ ഒരു പ്രശ്നമൊക്കെ തീർത്തു.
ഈ സമയത്തൊക്കെ വാട്ടർ സെല്ലർ വോങ്ങിനോട് ഗോഡ്സ് സ്വപ്നത്തിൽ വന്നിട്ട് കീപ്പ് ഓൺ ആസ്കിങ് ഇഫ് ദാറ്റ് ഷീസ് റിമൈൻ ദ സെയിം, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് തന്നെയാണോ അവൾ ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് കീപ്പ് ഓൺ ആസ്കിങ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ദേ വർ നോട്ട് ദാറ്റ് ഇംപ്രസ്ഡ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നത് ഗോഡ്സിനും മനസ്സിലായി. അപ്പോൾ ഷുയിത്ത എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റായിട്ട് നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഷെന്തയ്ക്ക് കുറച്ച് സമാധാനമായി. ഷെന്തെ തന്നെയാണ് നടത്തുന്നതെങ്കിലും അവൾക്ക് അവളുടെ ഒരു ക്യാരക്ടർ റിവീൽ ചെയ്യാൻ അവിടെ പെർമിഷൻ ഇല്ലാത്തതുപോലെയാണ് അവൾക്ക് തോന്നിയത്. കാരണം അവൾക്ക് സമൂഹത്തിന് മുമ്പിൽ നല്ലൊരു ഇമേജ് കീപ്പ് ചെയ്യാൻ തന്നെയാണ് താല്പര്യം. റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും അവൾക്ക് എടുക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് തന്നെ അവളൊരു ആഡ് കൊടുക്കുകയാണ്. അവൾക്ക് ഷീനിയുടെ റിച്ച് ഹസ്ബൻഡ് ടു റൺ ഹർ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഷോഫു എന്നുള്ളൊരു ബാർബറിന് അവളോട് താല്പര്യം ഉണ്ടായിരുന്നു. അയാൾക്ക് ഇവളെ കല്യാണം കഴിച്ചു കൊള്ളാം എന്നൊക്കെ ഉള്ളൊരു ഇൻറ്റൻഷൻസൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവൾ ഒരു പാർക്കിൽ വെച്ചിട്ട് ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളെ കണ്ടുമുട്ടുന്നത്. അതാണ് മിസ്റ്റർ യാങ് സൺ. അപ്പോൾ ഇവരായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ, അവർ രണ്ടാളും അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഫെൽ ഇൻ ലവ്. അവർ നല്ലൊരു റിലേഷൻഷിപ്പിലായി. അവരിടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്തൊരു പ്രശ്നം കൂടി ഉണ്ടായി. ബാർബറായിട്ടുള്ള ഷൂഫു, അതായത് ഷെന്തേനോട് ഇഷ്ടമുള്ള ഒരാളുണ്ടല്ലോ, അയാൾ എന്ത് ചെയ്തു, വോങ്ങിനെ ചില കാരണങ്ങൾ കൊണ്ട് അറ്റാക്ക് ചെയ്തു, ഈ വാട്ടർ സെല്ലറിനെ. ആളുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ടായി, ഇഞ്ചേർഡായി. അങ്ങനെ എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി മിസ്റ്റർ യാങ്ങുമായിട്ട് നല്ല രീതിയിൽ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഷെന്തെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് അപ്പോൾ അവിടെ വന്ന എല്ലാവർക്കും രാവിലെ തന്നെ അവൾ റൈസും കാര്യങ്ങളൊക്കെ കൊടുത്തു, എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ആ സമയത്താണ് കാർപ്പൻ്ററും വൈഫും വന്നിട്ട് ഇവൾക്ക് വെറുതെ $200 കൊടുക്കുന്നത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവൾ അതൊരു മിറാക്കിൾ പോലെയാണ് കണ്ടത്. കാരണം എനിക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ക്യാഷ് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു അവൾ. ഈ സമയത്താണ് വോങ്ങിൻ്റെ കയ്യിലുള്ള ഇഞ്ചുറിയും അവൾ കണ്ടത്. അപ്പോൾ അവൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. ആൻഡ് ഓൾസോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആരും വിറ്റ്നസ് ആയിട്ട് അവളുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഷിന്തെ പറഞ്ഞു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്, ഈ ഒരു അക്രമം കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ സമയത്താണ് മിസ്സസ് യാങ്, അതായത് യാങ് സണ്ണിൻ്റെ അമ്മ പറയുന്നത്, അതായത് യാങ്ങിന് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് $500 അതിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് വേണമായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഷിന്തെ എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുണ്ടായ കാർപ്പൻ്റർ തന്ന $200 ഒരു ലോൺ എന്ന രീതിയിൽ അവർക്ക് കൊടുത്തു. ബാക്കി 300 ഞാൻ മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിലേക്കും എത്തി. അപ്പോൾ യാങ്ങിൻ്റെ മദറിൻ്റെയും പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ക്യാഷ് കിട്ടിയ ശേഷം അവളെ ബിട്രേ ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ള രീതിയിലായിരുന്നു അവളുടേത്. അപ്പോൾ യാങ് അറിയാതെ എന്ത് ചെയ്തു, ഷുയിത്തയോട്, അതായത് ഷെന്തയുടെ കസിൻ എന്ന് പറയുന്ന ആളോട്, അതായത് രണ്ടാളും ഒന്ന് തന്നെയാണല്ലോ, അപ്പോൾ ഷുയിത്തയോട് എന്ത് പറയും, ഞങ്ങളുടെ പ്ലാൻ ഇങ്ങനെയൊക്കെയാണ്, ക്യാഷ് കിട്ടിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് അവളെ ഒഴിവാക്കാനാണ് പ്ലാൻ എന്നൊക്കെ ഉള്ളത് പറയും. ഇത് കേട്ടപ്പോൾ അവൾ ആകെ ടെൻഷനായിപ്പോയി. കാരണം അവളുടെ കാമുകൻ തന്നെയാണ് അവളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അയാളുടെ ഇൻറ്റൻഷൻസൊക്കെ പുറത്ത് വന്നപ്പോൾ അവൾ ആകെ ഡിപ്രസ്ഡായി. അതുമാത്രമല്ല, ആ സമയത്ത് കാർപ്പൻ്ററിൻ്റെ വൈഫ് തിരിച്ചു വന്നിട്ട് അന്ന് കൊടുത്ത ആ $200 തിരികെ വേണമെന്ന് പറഞ്ഞു. കാരണം കാർപ്പൻ്റർ സിക്ക്, അതുകൊണ്ട് അസുഖമായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ക്യാഷ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ആകെ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. മാത്രമല്ല, യാങ്ങിൻ്റെ മദർ അവളെ ഇങ്ങനെ കമ്പൽ ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്, ബാക്കി 300 തന്നിട്ടില്ലെങ്കിൽ കല്യാണം നടക്കില്ല എന്നുള്ള രീതിയിൽ. ഈ സമയത്ത് അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, അവളെ ചതിക്കുകയാണ് എന്നുള്ളത്. ആ സമയത്താണ് ബാർബർ ഷൂഫുമായിട്ട് അവൾ എൻഗേജ്ഡ് ആവുന്നത്. ഷൂഫുവിന് താല്പര്യം ഉണ്ടായിരുന്നു അവളെ കല്യാണം കഴിക്കാൻ. അങ്ങനെ അവർ എൻഗേജ്ഡായി. പക്ഷേ ഷീ ഡസൻറ്റ് ലവ് ഹിം. അതുമാത്രമല്ല, പെട്ടെന്നാണ് അവൾ അറിയുന്നത് അവൾ പ്രഗ്നൻ്റ് ആണ് വിത്ത് യാങ് സൺസ് ചൈൽഡ്. ഈ സമയത്ത് അവളുടെ ഷോപ്പിലും ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. ആ ഷോപ്പ് വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിയാണ്. അവൾക്ക് റെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അവൾ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന ഫാമിലീസൊക്കെ വെറുതെ ആവുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് രീതിയിൽ, അതായത് ആരൊക്കെയാണോ ഹെൽപ്പ് വേണ്ടത് അല്ലെങ്കിൽ എൻ്റെ സഹായം വേണ്ടത് അവരൊക്കെ എന്നെ ഷോപ്പിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു രീതി വന്നപ്പോൾ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ലോ ആൻഡ് പോലീസ് വന്നത് പ്രശ്നമാക്കുകയും ചെയ്തു. ഈ സമയത്ത് ബാർബർ ഷോഫു എന്ത് ചെയ്തു, എൻഗേജ്ഡ് ആണല്ലോ, അവൾക്കൊരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് അൺസൈൻഡ് ചെക്കായിരുന്നു. ഈ സമയത്ത് യാങ് തിരിച്ചു വരികയാണ്. അവനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന $200, അതായത് ഷിന്തെ കൊടുത്തിട്ടുള്ള $200 ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുയിത്ത എന്ത് ചെയ്തു, ഷുയിത്ത മീൻസ് ഷെന്തെ തന്നെയാണ്, പക്ഷേ മെയിൽ ക്യാരക്ടർ, എന്ത് ചെയ്തു, അവനെ ഷോപ്പിലേക്ക് എടുത്തു. ഷോപ്പിൽ അവനിക്കുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ ഷെന്തെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. അവൾ ഗർഭിണിയാണല്ലോ, അപ്പോൾ തടിച്ചു വരാൻ തുടങ്ങി. ആ സമയത്ത് ഇത് രണ്ടാളെയും എഫക്റ്റ് ചെയ്യും, ഷുയിത്താനെയും ഷെന്തേനെയും. രണ്ടാളും ഒരാളായതുകൊണ്ട് തന്നെ രണ്ടാളും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊരു സംസാര വിഷയക്കായി. ചിലർക്കൊക്കെ സംശയം തോന്നി തുടങ്ങി, ചിലർക്കത് റിയലൈസ് ചെയ്തു ഇത് രണ്ടും ഒരാളാണെന്നുള്ളത്. ഏതായാലും ഷുയിത്ത
അത് കസിൻ എന്ത് ചെയ്തു, യാങ്ങിനോട് പറഞ്ഞു ഇങ്ങനെ ഗർഭിണിയാണ് എന്നൊക്കെ ഉള്ളത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷെൻതെ എന്ത് ചെയ്തു, ആ ടൊബാക്കോ ഷോപ്പിൻ്റെ പുറകിലേക്ക് പോയിട്ട് ഒരുപാട് നേരം കരഞ്ഞു. അപ്പോൾ ഇതൊരു പ്രശ്നം വന്നു. യാങ്ങിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇത് ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ അവറിനോട് ഡെലിവറി ചെയ്തപ്പോഴാണ് അവൾക്ക് ആ ഒരു സങ്കടവും വിഷമമൊക്കെ ഉണ്ടായത്. പിന്നീട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരികയാണ്. ശ്വേത മാത്രം പ്രസൻ്റായിട്ട് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നി, ഷെൻതേനെ ഇയാൾ കൊന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഷെൻതെ മിസ്സിങ് ആണല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സംശയം തോന്നി. ആൻഡ് എന്ത് ചെയ്തു, ഇത് ഒരു പോലീസ് കേസായി. പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ ശ്വേത മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ, ഷെൻതെ മിസ്സിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കോർട്ടിലേക്ക് എത്തിയൊരു പ്രശ്നമായി. അയാൾ അറസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഗോഡ്സ് വീണ്ടും വോങ്ങിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യങ്ങൾ, എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഗോഡ്സ് അറിയും. ദേ വർ വെരി അപ്സെറ്റ്, അല്ലെങ്കിൽ ദേ കുഡിൻറ്റ് ഫൈൻഡ് എ ഗുഡ് പേഴ്സൺ. ദേ ഹാഡ് ഓൺലി ഹോപ്പ് ഇൻ ഷെൻതയിൽ മാത്രമായിരുന്നു ഒരു ഹോപ്പ്. അപ്പോൾ ഷെൻതേൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ കോർട്ടിലെത്തി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനിടയിൽ ശ്വേത പറഞ്ഞു ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷേ എവ്രി വൺ കെയിം ഇൻ സപ്പോർട്ട് ഓഫ് ഷെൻതേസ് ഇന്നസെൻസ്. കാരണം ഷെൻതെ നല്ലൊരു വ്യക്തിയായിരുന്നു, അവളിങ്ങനെയാണ്, അവളെ കാണുന്നില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും വന്നു. കാർപ്പൻറ്റർ ഫാമിലി, അതുപോലെ തന്നെ അവൾ ഫീഡ് ചെയ്തിരുന്ന 8 ഫാമിലി മെമ്പേഴ്സ്, ഗോഡ്സും അവിടെ പ്രസൻ്റ് ആയിരുന്നു. അപ്പോൾ എവ്രി വൺ കെയിം അഗെയിൻസ്റ്റ് ശ്വേത. അപ്പോൾ ശ്വേത എന്ത് പറഞ്ഞു, എല്ലാവരും ഒന്ന് കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകണം, എനിക്ക് കോടതിയോട് കൺഫസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു. ആ സമയത്ത് യാങ് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഷെൻതെ മരിച്ചിട്ടില്ല, കാരണം ഞാൻ അവളുടെ ഒരു കരച്ചിലൊക്കെ ടൊബാക്കോ റൂമിൻ്റെ ബാക്കിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ മരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇയാൾ എന്തോ ചെയ്തിട്ടുണ്ട്, അവളെ ലോക്ക് ചെയ്യോ റൂമിൽ, അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ കോർട്ടിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോയി. കോർട്ടിനോട് ശ്വേത കൺഫസ് ചെയ്യാണ്. അവൾ അയാൾ എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ വലിച്ചു കീറിയിട്ട് പറഞ്ഞു ഞാൻ ഷെൻതെ തന്നെയാണ്, ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തു. അപ്പോൾ ഗോഡ്സും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോഡ്സിനോട് ഷെൻതെ പറഞ്ഞു എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നതിനിടയിൽ ഞാൻ എന്നെ നോക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി, എനിക്ക് ചലഞ്ചസും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം വന്നു, ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഒരിക്കലും എനിക്ക് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഗോഡ്സിൻ്റെ. അപ്പോൾ ഗോഡ്സ് ഫീൽ വെരി സോറി ഫോർ ഹെർ. എന്നിട്ട് പറഞ്ഞു പ്രശ്നമില്ല, നീയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം നിനക്ക് പറ്റുന്നത് പോലെയുള്ളത്. അപ്പോൾ അവൾ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് ദ കാർപ്പൻ്റർ ഫാമിലി ഹു ഹാസ് ലോസ് ഷോപ്പ്. ഞാൻ പൈസ കൊടുക്കാൻ വൈകിയത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാത്ത $200 കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്തു, എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഷോപ്പ് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ വാട്ടർ സെല്ലറിൻ്റെ ഹാൻഡ് ഇഞ്ചേർഡ് ആയിട്ടുണ്ട്, അതിൻ്റെ കേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ബാർബർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻഗേജ്ഡ് ആയിട്ട്, ബട്ട് ഐ ഡോണ്ട് ലവ് ഹിം ആൻഡ് ഓൾസോ ഷീ ലവ്സ് യങ്. ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എനിക്ക് എടുക്കേണ്ടത്, എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഇനിയും ശ്വേത അല്ലെങ്കിൽ മെയിൽ കസിനെ എനിക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ അതിന് എഗെയിൻസ്റ്റ് പറയും ഒൺലി ഹി ക്യാൻ അപ്പിയർ ഓൺലി വൺസ് ഇൻ എ വൈൽ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമേ അവനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദേ വർ വെരി ആംഗ്രി വിത്ത് ഹെർ ആൻഡ് ഓൾസോ ഷീ പ്ലീസ് ടു ഗോഡ്സിനോട് ഒരുപാട് കരഞ്ഞ് കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ ദേ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ഹെർ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുകയാണ്, ദ വേൾഡ് ഈസ് ഡിഫിക്കൽട്ട്. ഒരിക്കലും ഒരു ഇന്നസെൻ്റായ ആൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ അവളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഷീ കാൺ ചേഞ്ച്, അല്ലെങ്കിൽ നോ വൺ ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്നാണ് ഒരു മെസ്സേജ് ഇതിലേക്ക് വരുന്നത്. എത്ര ശ്രമിച്ചാലും നമുക്ക് ഇപ്പോൾ ഗോഡാണോ, ഗോഡ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത്തിസം, ഗോഡ്സ് ഇല്ല എന്ന് ബിലീവ് ചെയ്താൽ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ജീവിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ മൊറാലിറ്റി ഏത് രീതിയിലായാലും വി കാൺ ചേഞ്ച് ദ വേൾഡ് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത്.